കൊടിയും കയറ്റ കൊടിയും കയറ്റ കൊടികൾ കയറി പോട്ടെ ഫ്രണ്ട് പോട്ടെ കൊടികൾ ഫ്രണ്ട് പോട്ടെ അതെ ബാക്കിൽ നിൽക്കുക കൊടികള് ബാക്കിൽ കൊടികൾ സൈഡ് ചെയ്തിട്ടല്ല ആളെ കാണില്ല കൊടികൾ ഫ്രണ്ട് ചേച്ചി നമസ്കാരം. എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ സാധ്യതകൾ? ഉറപ്പല്ലേ, വേറെ ആരും തൃശ്ശൂർ എടുക്കും. ഉറപ്പാണ്. പിന്നെന്താ എന്നാ ഉറപ്പ് ഇത്രയും പറയാനുള്ള കാരണം? പ്രവർത്തനം ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന വേറെ ഒരാളില്ല. ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതിന്റെ പേരിൽ മാത്രം വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ടോ ചേച്ചി? തീർച്ചയായും തൃശ്ശൂര് ഒരു MP ആയി ജയിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും ചെയ്യുന്ന ഒരാള് വേണം തൃശ്ശൂര്. അദ്ദേഹത്തിന് തൃശ്ശൂര് കിട്ടിയാല് നന്നാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെന്താ? എങ്ങനെയുണ്ട് ചേച്ചി കാര്യങ്ങൾ? എങ്ങനെ പ്രവർത്തനം വിശ്വാസം ഒരുപോലെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കും. ഉറപ്പ് 100% ഉറപ്പാണ്. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ചേച്ചി നമസ്കാരം. അന്ന് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്യും. ഉറപ്പാണ്. എന്താണ് ഇത്ര ഉറപ്പ് പറയാനുള്ള കാരണം? ബിജെപിക്കാരായതിന്റെ പേരിലും വരില്ലല്ല. സുരേഷ് ഗോപി സാറായതുകാരന്റെ പേരിലും ആൾക്ക് നല്ലൊരു ജനങ്ങളെ സഹായിക്കണം എന്നുള്ള നല്ലൊരു മനസ്സുള്ളത് കൊണ്ടും 100% സാറ് ചെയ്യും. ഈ സഹായം ചെയ്യുന്നതിന്റെ പേരിൽ ജനങ്ങൾ വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സേവാഭാരതി കേരളം മുഴുവൻ പ്രവർത്തിക്കുന്നില്ലേ? BJP എല്ലായിടത്തും ചെയ്യിക്കുന്നത്. യുവാക്കൾക്ക് പ്രശ്നം കിട്ടണെങ്കിൽ മോദി തന്നെ വരണം കേന്ദ്രത്തില്. അതുപോലെ തൃശ്ശൂര് സുരേഷ് ഗോപി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രോ അടക്കം നമുക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ചേച്ചി എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഞാൻ ബോംബെന്ന് മുംബൈന്ന് വരെയാണ്. സിമി നായർ SC ഗ്ലോബൽ വിങ്സ് ഓഫ് വിമൻ വേൾഡ് വൈഡ് എന്നൊരു ടീം ഞങ്ങള് 3 മാസമായിട്ട് പ്രവർത്തിക്കുകയാണ്. 1 മാസമായിട്ട് ഗ്രൗണ്ടിലുണ്ട്. ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. രഹസ്യമായിട്ടുള്ള പ്രവർത്തനമാണോ? ഇല്ല. ഇത് നമ്മളെ SGക്ക് സുരേഷ് ഏട്ടന് വേണ്ടി മാത്രം ഇറങ്ങിയതാണ്. സുരേഷ് ഏട്ടൻ ജയിപ്പിച്ച് ഡൽഹിയിൽ വിട്ടിട്ട് മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ. ഞങ്ങള് 100 ചാപ്റ്റേഴ്സ് ആണ്. ഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, ഗുജറാത്ത് അങ്ങനെ വേൾഡ് വൈഡ് ടീം, US, ദുബായ് ഞങ്ങളുടെ ടീം ഞങ്ങൾ എല്ലാവരുമായിട്ട് 7-8 മാസമായിട്ട് ഞങ്ങൾ ഇത് വർക്ക് ചെയ്യുവാണ്. ഇതിന്റെ പ്രവർത്തനം, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ജൂൺ 4-ന് എത്തും. സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തി, ഈ ഒരു നല്ല മനുഷ്യൻ, നല്ല മനുഷ്യ സ്നേഹി നമ്മള് തൃശ്ശൂരിന് ആവശ്യമാണ്, കേരളത്തിന് ആവശ്യമാണ്, ഇന്ത്യക്ക് ആവശ്യമാണ്. എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ സാധ്യതകൾ? എങ്ങനെ? തീർച്ചയായിട്ടും 100%, 200%, 1000 times he will come. മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദിക്ക് ഗ്യാരണ്ടി है आपकी बार 400 बार. भारत माता की जय, भारत माता की जय, भारत माता की जय. वंदे वंदे वंदे. जय हिंद. ചേച്ചി ഒറ്റ ചോദ്യം.
നമ്മുടെ ഇവിടെ സുരേഷ് ഗോപിയുടെ എതിരാളികളുണ്ടല്ലോ, എങ്ങനെയുണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ എങ്ങനെ? അവര് മുന്നോട്ട് പോട്ടെ, അവരുടെ ഇതുമായിട്ട് അവര് മുന്നോട്ട് പോട്ടെ. പക്ഷെ സുനിൽകുമാർ ചേട്ടനും മുരളീധരൻ ചേട്ടനും അവരുടെ ഒരു റിക്വസ്റ്റ്, ചേട്ടാ ഞങ്ങൾ അവിടെ നിന്നിട്ട് നമ്മൾ സുരേഷ് ചേട്ടൻ ST ക്ക് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ST തന്നെ നയിക്കും, നമ്മളെ കേരളത്തിനെ ST തന്നെ നയിക്കാൻ പോവാണ്. ഭാരത് മാതാ കി ജയ്. ചേച്ചി നമസ്കാരം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സാധ്യതയുണ്ടോ? പിന്നെന്താ, അദ്ദേഹത്തെ ആ സീറ്റിൽ കൊണ്ട് നിർത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരു വിശ്രമമുള്ളൂ. എന്താ കാരണം? ഇതിൽ സാധ്യതയുടെ കാര്യം വരുന്നുണ്ടോ? എന്താ കേട്ടില്ല. സാധ്യത പറയുന്നുണ്ടല്ലോ, അതിന്റെ ഒരു കാരണം ഉണ്ടല്ലോ, എന്താ അത്? അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ തന്നെയാണ് നമുക്ക് ഇതിന് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരുന്നത്. ഇപ്പോ ഈ VS സുനിൽകുമാറും അതുപോലെ തന്നെ മുരളീധരനും ഉണ്ടല്ലോ, അവിടെ പ്രവർത്തനങ്ങൾ എങ്ങനെ? നമുക്ക് എതിരാളികളെ കുറിച്ച് നമുക്ക് പറയാൻ നേരമില്ല, കാരണം സുരേഷ് ഗോപിയുടെ കൂടെയാണ് നമ്മള്. അദ്ദേഹത്തെ ജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എതിരാളികൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കാറില്ല. 7 ലക്ഷം സ്ത്രീ വോട്ടർമാരുണ്ട് തൃശ്ശൂര്, 7 ലക്ഷം. ചേട്ടാ നമസ്കാരം. സുരേഷ് ഗോപി ജയ്. സുരേഷ് ഗോപി ജയിക്കുന്ന പറയാൻ എന്താ? ജയിക്കുന്നത് നല്ല മനുഷ്യനാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള 2 സ്ഥാനാർത്ഥികൾ നല്ല മനുഷ്യന്മാരല്ലേ? കുറ്റം പറയുന്നതല്ല, കൂടുതൽ നമുക്ക് മനസ്സിലാക്കി കൊടുത്തോളം സുരേഷ് ഗോപിയാണ് ബെറ്റർ. തൃശ്ശൂരിന്റെ വികസനത്തിന് സുരേഷ് ഗോപി വേണം. ഉറപ്പാണോ? ഉറപ്പാണ് സുരേഷ് ഗോപി. അതെ, ഉറപ്പാണ്. LDF ഉറപ്പാണ്. BJP സുരേഷ് ഗോപി, ഒരു സംശയമില്ല. കാരണം എന്താ സുരേഷ് ഗോപി ജയിക്കുന്നത്? അത്രയും നല്ല പ്രവർത്തനങ്ങൾ ഇതുവരെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ, വ്യക്തിപരമായിട്ടും. അതുകൊണ്ട് ഒറ്റ കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് മോദി തന്നെ വരണമെന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇന്ത്യനെ ലോകത്തിന്റെ ഏറ്റവും മുമ്പിലേക്ക് കൊണ്ടുവന്നത് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ മോദിയാണ്. മോദിക്ക് മുമ്പാട് 70 വർഷത്തോളം നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഭാരതം ലോകത്തിന്റെ നിറകയിൽ എത്തി നിൽക്കുന്ന മോദിയുടെ ഭരണകാലത്താണ്. അതുകൊണ്ട് മോദി ഇനിയും വരണം. സാധ്യത 3 കൂട്ടരും ഭയങ്കര പോരാട്ടം തന്നെയാ. ആരെങ്കിലും എന്തെങ്കിലും സുരേഷ് ഗോപി ജയിക്കുന്നു വിചാരിക്കുന്നു. ഒരു ജനങ്ങളൊരു ഉപകാരമുള്ള ആള് ജയിക്കട്ടെ. ജനങ്ങൾക്ക് ഉപകാരമുള്ള സുരേഷ് ഗോപിയാണ്. അല്ല, ജനങ്ങൾക്ക് സേവ ചെയ്യുന്ന ആൾക്കാർ ജയിക്കണം, അത്രേ ഉള്ളൂ. ചേട്ടാ എന്താണ് അഭിപ്രായം? ചേട്ടാ അല്ല, സുരേഷ് ഗോപി നിനക്ക് ഉപകാരം ചെയ്ത അത് ജനങ്ങൾക്ക് സുരേഷ് ഗോപി ജനങ്ങൾക്ക് സ്വന്തം നാട്ടിൽ ഉപകാരം ചെയ്ത് കൊല്ലം നാട്ടിൽ ഒരാൾക്കും ഉപകാരം ചെയ്തില്ല പറയാള്. പിന്നെ അയാളോട് മത്സരിക്കണം. എന്റെ പേരിൽ മാത്രം തൃശ്ശൂർക്കാർക്ക് മാത്രമായിട്ട് ഈ സുരേഷ് ഗോപി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരം ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലല്ല, തൃശ്ശൂർ ജില്ലക്ക് പുറത്താണ്. കണക്കുകളുണ്ട്. അയാളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് വയനാട്ടിലാണ്. അയാളുടെ കൊല്ലം ജില്ലയിലെ ആൾ പാവപ്പെട്ടവർക്ക് ആളൊരു ചെയ്ത തെളിവ് വന്നാല് തെളിവ് തരട്ടെ. ചേട്ടാ പറയും. ഇവിടെ ഓൺലൈൻ ചാനലുകൾ തന്നെ പറയണത് വിജയ സാധ്യത എന്റെ അഭിപ്രായത്തില് സുനിൽകുമാർ ജയിക്കുന്നതാണ്. സുനിൽകുമാർ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അയാള് കൃഷിമന്ത്രി ആയിരിക്കുമ്പോ തൃശ്ശൂരിന് വേണ്ടി കുറെ കാര്യങ്ങൾ അയാൾ ചെയ്തൊരു കാര്യം. ഏതാ ഇവിടെ തൃശ്ശൂർ ജില്ലക്ക് വേണ്ടിട്ട് കുറെ പൂരം നടത്താൻ അയാള് അല്ല രാഷ്ട്രീയക്കാരല്ല പൂരം നടത്തുന്നത്. അനുമതി അയാള് വെറുതെ ഫ്ലക്സ് ബോർഡ് കാര്യങ്ങൾ വെച്ച് കൊടുത്ത അയാള് അന്ന് സുരേഷ് ഗോപിയുടെ പേര് സുനിൽകുമാർ സുനിൽകുമാർ